കൊല്ലം സ്വദേശി രേണുവിന് മുമ്പ് 2 വിവാഹം ചെയ്തുവെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, സുധിയുടെ മുൻ ഭാര്യയെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീയുടെ വോയിസും പുറത്തു വന്നിരുന്നു. അതുപോലെ രേണുവും സുധിക്ക് മുമ്പ് മറ്റൊരാളെ വിവാഹം ചെയ്തുവെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. സുധിക്ക് മുമ്പ് പാസ്റ്ററെയാണ് രേണു വിവാഹം ചെയ്തതെന്നാണ് പ്രചരിച്ചത്. ഇപ്പോഴിതാ തൻ്റെ മുൻകാല ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പ്രതികരിക്കുകയാണ് രേണു. താൻ ഒരു പാസ്റ്ററെയും വിവാഹം ചെയ്തിട്ടില്ലെന്നും എന്നാൽ തനിക്കൊരു പാസ്റ്റ് ലൈഫുണ്ട്, അതേക്കുറിച്ച് സുധിക്ക് അറിവുള്ളതാണെന്നും മെയിൻ സ്ട്രീം 1 നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു. എന്നെ ലീഗലി വിവാഹം ചെയ്തത് സുധിച്ചേട്ടനാണ്, താലി കെട്ടിയതും സുധിച്ചേട്ടനാണ്. അതെവിടെ വേണേലും ഞാൻ പറയാം. കോട്ടയം ഞാലിയാൻകുഴിയിലുള്ള പാസ്റ്റർ ബിനുവിനെ വിവാഹം കഴിച്ചെന്നോ? പാസ്റ്ററോ? ഏതു പാസ്റ്റർ? അങ്ങനെ ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചതായി എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ പഴയ കാര്യങ്ങളുണ്ടായിരുന്നു, സുധിച്ചേട്ടൻ്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇത്രയും നാൾ ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ലല്ലോ. ഇതിനെപ്പറ്റി എന്നോട് ആരും ഇതുവരെ ചോദിച്ചിട്ടുമില്ല. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. എൻ്റെ ലൈഫിൽ മുമ്പ് സംഭവിച്ചത് എന്താണെന്നതിനെക്കുറിച്ച് സുധിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മൂത്ത മകനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് സുധിച്ചേട്ടനും ഞാനും വിവാഹിതരായത്. ഇവിടെ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? പാസ്റ്ററിനെ ഞാൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഇവറ്റകൾക്ക് എന്താണ്? ഞാൻ എന്തു മറച്ചു വെച്ചെന്നാണ്? രേണു സുധിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മറുപടി പറഞ്ഞത് നാളെ കള്ളിയാവാതിരിക്കാനാണ്. 3-4 ദിവസമായാണ് ഈ കുത്തിപ്പൊക്കലുകൾ. ഇതൊക്കെ വലിയ സംഭവമാണെന്നാണ് ഇവരുടെ വിചാരം. 10ഉം 12ഉം കെട്ടി നടക്കുന്നവളും 10ഉം 12ഉം പോകുന്നവളും ഒക്കെയാണ് കമൻ്റ് ഇടുന്നത്. ഇവളെയൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. ഞാനെങ്ങാനും കയറിപ്പോകുമോ, ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആകുമോ എന്നൊക്കെ ഓർത്ത് ചെയ്യുന്നതാണ്. ഇവരെക്കൊണ്ട് 5ൻ്റെ ഉപകാരം എനിക്കില്ല. പഴയ കാര്യങ്ങൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. വിവാഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ്, രജിസ്റ്റർ മാരേജ് ആണ്. ഞാനൊന്നും സുധിച്ചേട്ടനോട് മറച്ചു വെച്ചിട്ടില്ല. പറയാൻ പറ്റാത്ത അത്രത്തോളം ദുഃഖവും ദുരിതവും ഞാൻ അനുഭവിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് പോയ ലൈഫായിരുന്നില്ല അത്. അറിയേണ്ടവരെയെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണ് എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞത്. പാസ്റ്ററിനെ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. അതെല്ലാവരും പറയുന്നത് പോലൊരു പാസ്റ്റുമല്ല. പലരും പറയുന്ന ആ വ്യക്തി വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളുമായി കഴിയുകയാണ്. പഴയത് പറയരുതെന്ന് ഭർത്താവിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാലിയാൻകുഴിയിലുള്ള ചിലർക്കാണ് പ്രശ്നം. അവരാണിതൊക്കെ പറയുന്നത്. ഞാൻ അവിടെ കുറേ ജീവിച്ചതാണ്. എൻ്റെ സുധിച്ചേട്ടൻ കുറേ അനുഭവിച്ച സ്ഥലമാണ്. സുധിച്ചേട്ടനിൽ എനിക്കുണ്ടായ കുഞ്ഞ് റിതുൽ മാത്രമാണ്. ഞാൻ വിവാഹം ചെയ്ത പാസ്റ്റർ ആരാണെന്ന് കൂടി ഇവർ പറയണം. എനിക്കങ്ങനെ ആരെ അറിയില്ലെന്നും രേണു പറഞ്ഞു.